അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള അരിപ്പൊടി പച്ചരിപ്പൊടിയാണ്, വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയൊന്നുമില്ലാത്ത അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് മൈദ കൂടി ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടി പോകരുത്, 2 നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ശർക്കര പാനി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1.25 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിന്റെ അളവിൽ തന്നെയാണ് ശർക്കരയും അളന്നെടുക്കേണ്ടത്. ഞാനിപ്പോൾ 250 ml കപ്പിന് 1.25 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് ചായ ഒക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിന് തന്നെ എല്ലാം അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് അത്യാവശ്യം നോർമൽ മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ 1.25 കപ്പ് ശർക്കരയ്ക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നമ്മൾ ശർക്കര പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ച ശർക്കരയാണ് 1.25 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരുക്കി കിട്ടും. നമ്മൾ പൊടിച്ചല്ലേ ശർക്കര എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് തിളച്ച് ഒന്ന് ഉരുകി വരട്ടെ. ഇപ്പൊ ശർക്കര പാനിയെല്ലാം തിളച്ചിട്ടുണ്ട്. ഉരുകി ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്ന് തിളച്ച് വന്നാൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഈ ശർക്കര പാനി ആ ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണും പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ എടുത്ത ശർക്കരയിൽ കല്ലും മണ്ണും പൊടി അടുപ്പൊന്നുമില്ല, അതുകൊണ്ട് നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മാവെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂട് ശർക്കരപ്പാനി ഒഴിച്ചൊന്ന് വെച്ചിട്ട് മാവ് വെന്ത് കട്ടയൊന്നും പോവില്ല. പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പൊ അതാ കുറച്ച് കട്ടിക്കാണ് മാവ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് സാധാരണ പച്ചവെള്ളം കുറച്ച് വീതം ഒഴിച്ചൊഴിച്ച് മാവ് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുത്ത ഓരോ വറുത്ത അരിപ്പൊടിക്കും വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഇതാ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോവാനും പാടില്ല. എനിക്കിപ്പോൾ 1/2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണെങ്കിലും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 ഏലക്ക അതിന്റെ തൊണ്ടൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുള്ളതാണ്, ഇതും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് ചെറിയ ജീരകത്തിന്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടി എടുക്കുക. അതുപോലെ തന്നെ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച് ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുക്കുക. സാധാരണ നമ്മൾ ഏലക്ക മാത്രമായിട്ട് പൊടിച്ചെടുത്ത ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുക്കുക. ഏലക്ക ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചെടുക്കാം. ഇനി നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പഞ്ചസാര ചേർത്ത് പൊടിച്ചതുകൊണ്ട് നല്ലോണം തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 2 പാളയംകുടം പഴമാണ്. നല്ല പഴുത്ത പാളയംകുടം പഴം വേണം നോക്കിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ മീഡിയം സൈസ് 2 പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. പാളയംകുടം പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പാളയംകുടം പഴം തന്നെ എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴമോ റോബസ്റ്റ് പഴമോ എടുക്കാവുന്നതാണ്. പാളയംകുടം പഴം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ ഇതിനുണ്ടാവുന്നത്. അപ്പൊ നല്ല പഴുത്തിട്ടുള്ള പാളയംകുടം പഴം നോക്കി എടുക്കുക. ഇനി ഇതിന്റെ തൊലിയെല്ലാം മാറ്റി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത പഴം ഏലക്കയും ചെറിയ ജീരകവും പൊടിച്ചെടുത്ത മിക്സിൽ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മൾ റോബസ്റ്റ പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ റോബസ്റ്റ ആണെങ്കിൽ ഒരെണ്ണം എടുക്കുക. അത്യാവശ്യം വലിപ്പമുള്ള റോബസ്റ്റ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. അപ്പൊ നല്ല വലിപ്പമുള്ള പാളയംകുടം പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക. അപ്പൊ ഞാൻ മീഡിയം സൈസ് ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റ് പരുവത്തിന് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ പഴം അടിച്ചെടുത്തത് നമ്മൾ മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇപ്പൊ അതെല്ലാം യോജിപ്പിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയാണ്, 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മളിത് മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, പെട്ടെന്നല്ലേ തയ്യാറാക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എള്ളുണ്ടെങ്കിൽ എള്ള് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് വേണമെങ്കിൽ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വറുത്തെടുത്ത് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് വറുത്തെടുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്ത് വേണമെങ്കിലും ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നേരിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നെയ്യൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊപ്ര നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊപ്ര ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല മുറ്റിയ തേങ്ങയാണ് ഒരു 1/4 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് തേങ്ങ ചിരകിയത് വേണമെങ്കിലും 1/4 കപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറുത്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നെയ്യിലൊന്നും വറക്കുന്നില്ല, നേരിട്ട് ഇതിലിട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഉണ്ണിയപ്പത്തിന്റെ ഒരു കടായി ഇതായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, ഒരു ഓയിലും ചേർക്കുന്നില്ല. കുറച്ച് നെയ്യൊന്ന് എല്ലാ കുഴികളിലും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ചെറിയ രീതിയിൽ എല്ലാ കുഴികളിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് പോലെ എണ്ണയൊന്നും ഒഴിച്ചല്ല ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നല്ലവണ്ണം കടായി ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ 1/4 ഭാഗത്തോളം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുകയേ ചെയ്യരുത്, 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെച്ച് കൊടുക്കാം. നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് വേണം ഇത് മൂടി വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലത്തെ ഹോളുള്ള അടപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. ഇപ്പൊ ഞാൻ ഈ ഹോളിൽ അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ ചൂട് പുറത്തു പോകാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഇത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റായി. ലോ ഫ്ലെയിമിലാണ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ കണ്ടില്ലേ, ഇതിന്റെ പുറമൊക്കെ നല്ലോണം ഡ്രൈ ആയി. ഈ സമയം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്കിന്റെ കടായ ആയതുകൊണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് നമ്മൾ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി വീണ്ടും മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. ഇനി ആയിട്ടുണ്ടോന്ന് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പൊ കടലിൽ ചെറിയൊരു ഗോൾഡൻ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഈ ടൂത്ത് പിക്ക് മെല്ലെ ഒന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ ഈ ടൂത്ത് പിക്കില് മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ അടിപൊളി ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ നമ്മൾ ഇതിൽ എണ്ണ ചേർത്തിട്ടില്ല, കുറച്ച് നെയ്യ് മാത്രമേ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഒട്ടും തന്നെ എണ്ണ ഒന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം കുറച്ച് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതിന്റെ അത്ര ഗ്ലേസിംഗ് ഇല്ല. ഉള്ളിലൊക്കെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ തന്നെയാണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ അത്ര ഗ്ലേസിംഗ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഒക്കെ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ പഴം ചേർത്തുകൊണ്ട് ഒരു 3 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അപ്പം പഴം ചേർക്കാതെ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പൊ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പൊ എണ്ണയൊന്നും കഴിക്കാത്തവർക്ക് ഇതുപോലെ ധൈര്യമായിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. കണ്ടില്ലേ, അകത്തൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് ഒക്കെ അതുപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്